Hi friends, today we are discussing about general rules as to posting. First topic ആണ് general rules as to packing. Packing related to clause 15. Every letters, packet or a parcel has to be stamped with the date stamp of at least two post office and it is liable to a great deal of pressures and frictions in the mail bag during transit. അതായത് എല്ലാ ലെറ്റേഴ്സിനും പാഴ്സൽസിനും പാക്കറ്റിനും അറ്റ്ലീസ്റ്റ് രണ്ട് പോസ്റ്റ് ഓഫീസിൻ്റെങ്കിലും ഡേറ്റ് സ്റ്റാമ്പ് എന്താണ് പതിഞ്ഞിരിക്കണം. ഇപ്പോൾ എന്താ ഒരു മെയിൻ ഓഫീസ് ഉണ്ട്, സബ് ഓഫീസ് ഉണ്ടെങ്കിൽ മെയിൻ ഓഫീസിൽ ഡേറ്റ് സ്റ്റാമ്പ് ഉണ്ടാവും, സബ് ഓഫീസിൽ ഉണ്ടാവും. ഇപ്പോൾ ഒരു സബ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ച് ഓഫീസിലേക്കാണ് പോകണമെങ്കിൽ സബ് ഓഫീസിൽ ഉണ്ടാവും, ബ്രാഞ്ച് ഓഫീസിൽ ഉണ്ടാവും. അപ്പോൾ ഒരു ലെറ്റർ അല്ലെങ്കിൽ പാഴ്സലോ അതിൽ എന്ത് വേണം, അറ്റ്ലീസ്റ്റ് ടു പോസ്റ്റ് ഓഫീസിന്റെ സ്റ്റാമ്പ് ഡേറ്റ് സ്റ്റാമ്പെങ്കിലും ഉണ്ടായിരിക്കും. Then all articles therefore which are likely to be suffer from stamping of pressure should be packed in a strong covers. ഇനി എന്താ നമ്മൾ പ്രഷർ ഉണ്ടാവും സ്റ്റാമ്പ് ചെയ്യുമ്പോൾ, ഡേറ്റ് സ്റ്റാമ്പ് അടിക്കുമ്പോൾ നല്ല പ്രഷറിലായിരിക്കും ഡേറ്റ് സ്റ്റാമ്പ് അടിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ എന്താണ് അത് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് ഡാമേജ് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രോങ് കവറിൽ വേണം അത് ഇടാനായിട്ട്. ഇപ്പോൾ എന്താ ഇപ്പോൾ ATM ഒക്കെ വരും, ATM ഒക്കെ വരുമ്പോൾ ആ ഭാഗത്ത് നമ്മൾ അടിക്കാണ്ട് മറ്റു ഭാഗത്തേക്ക് വേണം എന്ത് ചെയ്യാൻ, സ്റ്റാമ്പ് അടിക്കാനായിട്ട്. അല്ലെങ്കിൽ എന്താ അതിന് ഡാമേജ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. Then the post office cannot take any special precautions to secure the safety of a fragile article. അതായത് പൊട്ടിപ്പോകുന്ന ആർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു പ്രിക്കോഷനും പോസ്റ്റ് ഓഫീസ് എടുക്കില്ല. Then when wax cloth is used for the precautions of a parcel, packet or a letter, it should be used as an inside cover or there should be at least the sufficient strong paper securely fastened outside the wax cloth in receive the impressions of the post office date stamp and any postage stamps which have to be affixed to the article. അതായത് നമ്മൾ ഒരു വാക്സ് ക്ലോത്ത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ് ആർട്ടിക്കിളിന്റെ ഉള്ളിലെ കവറിൽ വേണം എന്താ വാക്സ് ക്ലോത്ത് യൂസ് ചെയ്യാൻ. കാരണം ആ വാക്സ് ക്ലോത്തിൽ നമ്മൾ എന്താണ് ഡേറ്റ് സ്റ്റാമ്പ് പതിക്കുമ്പോൾ അതിന്റെ ഇംപ്രഷൻ പതിയാൻ ചാൻസ് കുറവാണ്. അതുപോലെ തന്നെ എന്താണ് പോസ്റ്റേജ് സ്റ്റാമ്പ് ഒട്ടിക്കാനും പറ്റില്ല. അതുകൊണ്ട് വാക്സ് ക്ലോത്ത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് ലെറ്ററിന്റെയും പാഴ്സലിന്റെയും എന്താണ് പാക്കറ്റിന്റെ ഒക്കെ സേഫ്റ്റിക്ക് വേണ്ടി വാക്സ് ക്ലോത്ത് യൂസ് ചെയ്യുമ്പോൾ അത് ഒരു കവറിന്റെ ഉള്ളിലായിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് വാക്സ് ക്ലോത്ത് യൂസ് ചെയ്യാൻ. കാരണം അതിൽ ഡേറ്റ് സ്റ്റാമ്പിന്റെ ഇംപ്രഷനോ അല്ലെങ്കിൽ സ്റ്റാമ്പ് നമുക്ക് പ്രോപ്പർലി ഒട്ടിക്കാനോ പറ്റില്ല. അതാണ് പാക്കിങ്ങിന്റെ കാര്യത്തിൽ പറയണത്. അപ്പൊ റൂൾ ഏതാണ്, പാക്കിംഗ് ക്ലോസ് 15 ആണ് എന്ത് പാക്കിങ്ങുമായി റിലേറ്റഡ് ചെയ്തിട്ടുള്ള ക്ലോസ് ആണ് ക്ലോസ് 15. അതിൽ പറയണത് എന്താണ്, എല്ലാ ലെറ്റേഴ്സിനും പാക്കറ്റിനും പാഴ്സൽസിനും അറ്റ്ലീസ്റ്റ് രണ്ട് പോസ്റ്റ് ഓഫീസിനെങ്കിലും ഡേറ്റ് സ്റ്റാമ്പ് വേണം. പിന്നെ എന്താണ് പോസ്റ്റ് ഓഫീസ് ഒരു പ്രിക്കോഷൻ എടുക്കില്ല എന്ത് അതിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. പിന്നെ പൊട്ടുന്ന ആർട്ടിക്കിൾ ഉണ്ടെങ്കിലും എന്താ പോസ്റ്റ് ഓഫീസിന്റെ എന്താ ഒരു സേഫ്റ്റിയും അതിൽ ഉണ്ടാവില്ല. അതായത് അവർക്ക് അത് പൊട്ടുന്നതാണോ നോക്കേണ്ട കാര്യമില്ല, നമ്മളാണ് അത് എന്ത് ചെയ്യേണ്ടത് നല്ല പ്രോപ്പർലി സെക്യൂർ ആക്കി കൊണ്ടുപോകേണ്ടത്. പിന്നെ വാക്സ് ക്ലോത്ത് യൂസ് ചെയ്യുമ്പോൾ എന്താണ് അത് കവറിനുള്ളിലായിട്ട് യൂസ് ചെയ്യണം, എന്നാലാണ് പ്രോപ്പർ ആയിട്ട് ഡേറ്റ് സ്റ്റാമ്പിന്റെ ഇംപ്രഷനും നമുക്ക് സ്റ്റാമ്പും അതിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒട്ടിക്കാൻ പറ്റുള്ളൂ. ഇതാണ് പാക്കിങ്ങിനെ കുറിച്ച് പറയുന്നത്. നെക്സ്റ്റ് ആണ് സീലിംഗ്. സീലിംഗ് റിലേറ്റഡ് ടു ക്ലോസ് 16. The public are advised not to use sealing packs for seals outside unregistered letters and the packet except when such seals are necessary for the protection of the article to which they are applied. അതായത് പബ്ലിക്കിനോട് എന്താ പറഞ്ഞിട്ടുള്ളത്, സീലിംഗ് പാക്സ് യൂസ് ചെയ്യാൻ പാടില്ല. അൺരജിസ്റ്റേർഡ് ലെറ്റേഴ്സിനോ അല്ലെങ്കിൽ പാക്കറ്റ്സിനോ എന്താണ് സീലിംഗ് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ എപ്പോഴൊക്കെയാണ് ആ സീൽസ് യൂസ് ചെയ്യാൻ പറ്റണത്, for necessary for the protection of the article to which they are applied. അതായത് ആ ആർട്ടിക്കിളിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് മാത്രമാണ് സീലിംഗ് യൂസ് ചെയ്യാവൂ. When sealing wax is used for the seals outside unregistered letters and packet, a piece of tissues or other thin paper should be laid on the wax before the seal is applied. അതായത് ഇനി സീലിംഗ് ബാഗ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്താ രജിസ്റ്റേർഡ് ലെറ്റേഴ്സിന്റെ പാക്കറ്റിന്റെയോ പുറത്ത് സീലിംഗ് ബാഗ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ സീൽ ചെയ്ത് കൊടുത്ത് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും തിൻ പേപ്പർ വെച്ചോ അത് എന്ത് ചെയ്യണം, തുടച്ചു മാറ്റണം. or otherwise both the articles themselves and those with which they come in contact in transit are liable to injury from the sealing bags attending to other articles. അല്ലെങ്കിൽ ഈ സീൽ ചെയ്തിട്ടുള്ളത് മറ്റു ആർട്ടിക്കിളുമായിട്ട് എന്താണ് കൂട്ടിമുട്ടി അതെന്താണ് ഡാമേജ് ആവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതോ പറ്റാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ സീൽ ചെയ്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ വെച്ചോ തിൻ പേപ്പറോ വെച്ചോ എന്ത് ചെയ്യണം, അത് തുടച്ച് വൃത്തിയാക്കിയിരിക്കണം. The precautions recommended, especially
necessary in case of article for foreign countries which have for several days to pass through very hot climate. അതായത് ഹോട്ട് ക്ലൈമറ്റിലാണ് നമ്മൾ ഫോറിൻ കൺട്രീസിലൊക്കെ ആണെങ്കിൽ സീൽ ചെയ്തതൊക്കെ എന്താണ് ഉരുകി പോകാനോ അങ്ങനെ എന്തെങ്കിലും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല പ്രിക്കോഷൻസ് എടുക്കണം എന്നാണ് ഈ സീലിംഗിന്റെ കാര്യത്തിൽ പറയുന്നത്. അപ്പോൾ ക്ലോസ് 16 ഡീൽസ് വിത്ത് സീലിംഗ്. Then clause 17 deals with the posting of coins. Coin, bullion, precious stones, jewelry, article of gold or silver and currency or a banknote can be sent by the inland post only insured. അപ്പോൾ ഏതൊക്കെ പോസ്റ്റ് ആണ് നമുക്ക് ഇൻഷുർഡ് ആയിട്ട് അയക്കാൻ പറ്റുന്നത്? കോയിൻസ്, ബുള്ളിയൻ, പ്രീഷ്യസ് സ്റ്റോൺസ്, ജ്വല്ലറി, ആർട്ടിക്കിൾ ഓഫ് ഗോൾഡ് ഓർ സിൽവർ ആൻഡ് കറൻസി ഓർ എ ബാങ്ക് നോട്ട് can be sent by the inland post only insured. ഇവയെല്ലാം ഇൻഷുർഡ് ആയിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. By sending article of value in unregistered letters or unregistered parcel, the sender not only ran the risk of losing their property, but also exposed to temptation every person through which hands the article pass. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? അതായത് നമ്മളിപ്പോൾ എന്താ ഗോൾഡ് എന്തെങ്കിലും കോയിനോ എന്തെങ്കിലും അയക്കുകയാണെങ്കിൽ പല ആളുകളുടെ കയ്യിലൂടെയാണ് അത് കൈമാറി പോകുന്നത്. അതുകൊണ്ട് തന്നെ അത് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇൻഷുർഡ് ആയിട്ട് അയക്കണം എന്ന് പറയുന്നത്. In the rule, the expression article of gold or silver include article made only or partly of gold or silver, but not coins and electro or other plated goods. അതായത് ഈ റൂളിൽ പറയുന്നത് നമ്മൾ എഴുതുകയാണ് ആർട്ടിക്കിൾസ് ഓഫ് ഗോൾഡ് ഓർ സിൽവർ. അതായത് അതിന്റെ പുറത്ത് ആർട്ടിക്കിൾസ് ഓഫ് ഗോൾഡ് ഓർ സിൽവറോ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ആർട്ടിക്കിൾ എന്തായിരിക്കണം? ഇറ്റ് ഇൻക്ലൂഡ് ആർട്ടിക്കിൾ മെയ്ഡ് ഓൺലി ഓർ പാർട്ട്ലി ഓഫ് ഗോൾഡ് ഓർ സിൽവർ. അത് ഗോൾഡിലോ സിൽവറിലോ ഉള്ള ആർട്ടിക്കിൾ ആയിരിക്കണം. അല്ലാതെ അത് ഇലക്ട്രോണിക്കോ അല്ലെങ്കിൽ കോയിനോ ആയിട്ടുള്ള ആർട്ടിക്കിൾ ആവാൻ പാടില്ല. നമ്മളിപ്പോ എന്താ എഴുതിയത്? അതിൽ ആർട്ടിക്കിൾസ് ഓഫ് ഗോൾഡ് ഓർ സിൽവർ ആണ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് എന്തായിരിക്കണം? ഗോൾഡിന്റെയോ സിൽവറിന്റെയോ ആർട്ടിക്കിൾ ആയിരിക്കണം. ദ എക്സ്പ്രഷൻ COM, that is com, does not include cut counterfeit coins remitted on behalf of the currency department and mints. അതായത് എന്താണ്? കോം എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതെന്താണ്? കൗണ്ടർഫോയിൽ കോയിൻസ് ആവാൻ ചാൻസ് ഇല്ല. ഡിപ്പാർട്ട്മെന്റ് ഓഫ് മിന്റിന്റെ ആയിരിക്കില്ല കോം എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ. ദ എക്സ്പ്രഷൻ കറൻസി നോട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഡിഫേസ് നോട്ട്, that is not from which the signature has been cut out after cancellation, remitted on behalf of the currency department. ഇനി കറൻസി നോട്ട് എന്നുള്ള എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്താവാൻ പാടില്ല? ഡിഫേസ്ഡ് നോട്ട് ആവാൻ പാടില്ല. ഡിഫേസ്ഡ് എന്ന് പറഞ്ഞിട്ട് എന്താണ്? നോട്ട് ഫ്രം വിച്ച് their signature has been cut out after cancellation. ക്യാൻസൽ ചെയ്തിട്ടുള്ള നോട്ട് ആവാൻ പാടില്ല. ഇപ്പൊ കറൻസി നോട്ട് എന്ന് എഴുതിയാണ് നമുക്ക് കൊടുക്കണമെങ്കിൽ. അതാണ് പറയണത്. The expression jewelry include watches, the cases of which are entirely or mainly composed of gold, silver or platinum. ഇനി പറയണത് നമ്മൾ ജ്വല്ലറി എന്നുള്ള ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കണം? ഒന്നില്ലെങ്കിൽ ഗോൾഡിന്റെയോ സിൽവറിന്റെയോ പ്ലാറ്റിനത്തിന്റെയോ ജ്വല്ലറി ആയിട്ടോ ഗോൾഡോ വാച്ചോ എന്തെങ്കിലും ആയിരിക്കണം. അപ്പൊ ഇതിൽ പറയണത് ക്ലോസ് 17 പറയണത് എന്താണ്? കോയിനും എല്ലാം നടക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇൻഷുർഡ് ചെയ്യണം. കോയിൻ, ബുള്ളിയൻ, സിൽവർ, ജ്വല്ലറി, കോയിൻസ്, കറൻസി എന്നിവ നമ്മൾ പോസ്റ്റ് വഴി അയക്കുമ്പോൾ അത് എപ്പോഴും ഇൻഷുർഡ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾ ആയിരിക്കണം. അതർവൈസ് എന്താണ്? അത് നമുക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ജ്വല്ലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എന്തായിരിക്കണം? ഗോൾഡോ സിൽവർ ആയിട്ടുള്ള വാച്ചസോ കാര്യങ്ങളോ ആയിരിക്കണം. ഇതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. 3 ക്ലോസ് ആണ് എടുത്തത്. ക്ലോസ് 15, 16 and 17. 15 deals with packing, then 16 deals with the sealing, then 17 deals with the coins, bullion, jewelry, etc.